സൃഷ്ടിപ്പ്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇന്നത്തെ ആദ്യത്തെ ശാസ്ത്രം പറഞ്ഞു വെച്ചതിനേക്കാൾ മനോഹരമായി സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പരമകാരുണികൻ മനുഷ്യനെ മാതാവിന്റെ വയറ്റിൽ ഒരു രഹസ്യ അറയിൽ തുടക്കം കുറിക്കുക. അവിടെ വെച്ച് ഒരു ഭ്രൂണമായി മാറുക. അലക്ക് ഏകദേശം റമദാനിന്റെ അവസാനത്തെ 10-നാണ്. ഇതിലേതോ ഒറ്റയായ രാവിലെ ലൈലത്തുൽ ഖദർ ആസന്നമായി എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ രാവുകളിലെ ഏതോ ഒരു നിമിഷത്തിലാണ് ഖുർആൻ അവതരിച്ചത്. പരിശുദ്ധ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഉണ്ടായിരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ആയത്ത് ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ആ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കുക. ഈ അലഖാണ് രണ്ടാമത്തെ അവസ്ഥ. ഭ്രൂണം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. ശരിക്കും അതിന്റെ ഒരു വിശദീകരണം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന, ചവച്ചു തുപ്പിയ അതുപോലത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. ലീച്ച് എന്നൊക്കെ പറയുന്ന ഒച്ചിനെ പോലുള്ള ഒരു അവസ്ഥയാണ്. മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഏകദേശം 50, 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പ്, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതാവിന്റെ വയറ്റിനകത്ത് നമ്മളുണ്ടായിരുന്ന ഒരു അവസ്ഥ. ഈ ഭ്രൂണം ഡെവലപ്പായിട്ട് പുരോഗമനം സംഭവിച്ചിട്ട് അതൊരു മാംസ കഷ്ണമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അതിനകത്ത് എല്ല് മുളക്കുക, അസ്ഥി. ഈ അസ്ഥി മുളക്കുന്ന സമയത്താണ് ഷേപ്പ് ഉണ്ടാകുന്നത്, രൂപഭാവം, മനുഷ്യന്റെ രൂപം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ കൈയും കാലും തലയോട്ടിയും എല്ലാം തീരുമാനിക്കുന്നത്. പിന്നീട് അങ്ങനെ വളർച്ചയാണ്. ഒരു ശരീരം പോലെ ഒരു കുഞ്ഞിന്റെ ഒരു രൂപം പോലെ മാറുകയാണ്. ഇതിന് ഏതോ ഒരു സമയത്ത് ആലമുൽ അർവാഹിൽ വെച്ച്, ആലമുൽ അർവാഹിൽ നിന്ന് നമ്മുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ച് ആ മാതാവിന്റെ വയറ്റിനകത്ത് കുഞ്ഞിനെ നൽകുക. അവിടെ വെച്ചാണ് ഹൃദയം പിടിപ്പ് തുടങ്ങുന്നത് വേണമെങ്കിൽ പറയാം. ജീവന്റെ ആരംഭം. അതിന് മുമ്പ് ഒരു മാംസ കഷ്ണം എന്നാണ് വിളിച്ചത്. പിന്നീട് അതിന് എല്ല് മുളച്ച്, ഇതിന് മുമ്പ് ഇറച്ചി വന്ന്, തൊലിപ്പുറം വന്നു, മാതാവിന്റെ വയറ്റിന് പുറത്തേക്ക് വരുമ്പോൾ ثم جعلناه خلقا آخر ثم أنشأناه خلقا آخر. മറ്റൊന്നായി നാം അതിനെ ഉദ്ദേശിച്ചു. ആ നമ്മൾക്ക് മുമ്പ് പരിചയമില്ലാത്ത രൂപം. ഈ സമാന സൂറത്തുൽ ഇൻഫിത്താർ പറയുന്നുണ്ട്. സമാനമായ വേറെ അവസ്ഥ. മനുഷ്യരെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത, നിങ്ങൾക്ക് ഇമാജിനേഷൻ പോലും ഇല്ലാത്ത ഒരു രൂപത്തിൽ നിങ്ങൾ നാം സൃഷ്ടിച്ചില്ലെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പറയണം, ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഉദാരനായ റബ്ബിന്റെ കാര്യത്തിൽ മാ ബറകാത്ത് റബ്ബിക്കൽ കരീം സൂറത്തുൽ ഇൻഫിത്താർ പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളെ ചതിച്ചു കളഞ്ഞത് തുടങ്ങി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞതാണ്. മറ്റൊരു ദൃഷ്ടാന്തം വെള്ളത്തെ കുറിച്ച് നിങ്ങൾ കുടിച്ചിട്ടുള്ള വെള്ളത്തെ നോക്കിയിട്ടില്ലേ, കണ്ടിട്ടില്ലേ? വെള്ളത്തെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് 6 സുന്നത്തുകൾ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? കുടിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക എന്നുള്ളതും, ഇരുന്നുകൊണ്ട് കുടിക്കുക എന്നുള്ളതും, വെള്ളത്തിലേക്ക് നോക്കണം എന്നുള്ള സുന്നത്തുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അല്പല്പമായി കുടിക്കുക, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാ. ഈ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഈ ആയത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളം, ആ വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ, കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സൽക്കാരമാണ് വെള്ളം. കുടിക്കുന്ന പച്ചവെള്ളം, യഥാർത്ഥത്തിൽ പച്ചവെള്ളം ദാഹിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളത്തേക്കാൾ മനോഹരമായത് വേറൊന്നുമില്ല. അതിനൊരു സൗന്ദര്യം. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ വെള്ളത്തിനൊരു നിറമുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. മാത്രമല്ല നമ്മുടെ വായനകത്തേക്ക് അത് കുടിച്ചിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്.
എല്ലാം കൊണ്ട് റബ്ബിന്റെ ഒരു സൽക്കാരമാണ് പച്ചവെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളം കൊണ്ട് കുടിച്ച ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് തലയോട് ഒഴിക്കും, ശരീരത്തിൽ കഴുകും, അവിടെ വേസ്റ്റ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കും, എല്ലാവിധ കാര്യങ്ങൾക്കും ഉപയോഗിക്കും. അതേ വെള്ളം അമൂല്യമായ ഒരു പാനീയമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ ഒരുപാട് ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നക്ഷത്രമാണ്. ആകാശവും ആ നക്ഷത്രവും തന്നെ സത്യം ചെയ്ത് പറയുന്നു. ആകാശം എല്ലാവരും കണ്ടുപിടിച്ചുള്ളതാണ്. പ്രത്യേക നക്ഷത്രം ഞാൻ സൂചിപ്പിക്കുന്നത് പേരെടുത്ത് വിളിച്ചതാണ്. ശരിക്കും ത്വാരിഖ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം വാതിൽ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, പൊട്ടുക എന്നൊക്കെ അർത്ഥം. ഒരു വാതിൽ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാവുക. ഈ ഒരു അർത്ഥമാണ് ശരിക്കും ത്വാരിഖ് എന്ന് പറഞ്ഞാൽ. ഈ ആധുനിക ശാസ്ത്രവും ഈ അടുത്തായിട്ട് പല ഗവേഷണങ്ങളിൽ ത്വാരിഖ് ആ ഒരു പൊട്ടുന്ന ശബ്ദത്തിൽ ഒരു നക്ഷത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. പൾസർ സ്റ്റാർ എന്നാണ് പറയാം. ശബ്ദം വരും അതിന്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു ഭയാനകതയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഭയാനകതയാണ്. വളരെ സത്യമാണ് ബോധ്യപ്പെടുക. ഖുർആന്റെ ദൃഷ്ടാന്തങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ സത്യമാണ് കൂടുതൽ ബോധ്യപ്പെടും. മറ്റൊരു തേനീച്ചയെ കുറിച്ച് പറയുന്ന സ്ഥലമുണ്ട്. തേനീച്ചക്ക് അള്ളാഹു പ്രത്യേക വഹീ കൊടുത്തെന്ന് പറയുന്നു. അള്ളാഹു വഹീ കൊടുക്കുന്നതാണ് തേനീച്ച കൂട് കൂട്ടാൻ വേണ്ടിയിട്ട്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉയർന്ന പർവ്വതങ്ങളുടെ മുകളില് മറ്റ് മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളില് ഒക്കെ പോയിട്ട് കൂട് വെക്കൂ. അള്ളാഹു സുബ്ഹാനഹു പ്രത്യേക വഹീ കൊടുക്കുകയാണ്. അപ്പോ അവരതനുസരിച്ച് അള്ളാഹുവിന്റെ വഹീ അനുസരിച്ച് കൂട് നിർമ്മിക്കുന്നു. തേനീച്ച കൂട് നിർമ്മിക്കുന്നതിന് ശാസ്ത്രവും രൂപവും അതിനൊക്കെ ഉപരി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ കുറിച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവര് കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇപ്പോ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയും. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ അപ്പുറത്തൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ തേനീച്ച കൂട് കെട്ടി കാണാം. ഇപ്പുറത്ത് റോഡിന്റെ ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും വലിയ 2 കൂട്. അത് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക, ഈ തേൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മനസ്സിലാവും ഗോമാരി എത്രത്തോളം സൂക്ഷ്മമായാണ്, എത്രത്തോളം ശാസ്ത്രീയമാണ് സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. നന്നായി കഷ്ടപ്പെടുത്തി കൂട് തേനീച്ചയുടെ കൂട് പൊട്ടിച്ച് തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഒരുപാട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഉണ്ടാവുക. മരത്തിലേക്ക് ഒരുപാട് മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു കൊമ്പിന്റെ അറ്റത്ത് പോയിട്ട് അവരുണ്ടാക്കുക. അവർക്ക് ആ ഒരു സൂക്ഷ്മത, ആ ഒരു തന്ത്രം ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ രീതിയിലാണ് വിശുദ്ധ ഖുർആൻ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത്. എല്ലാം വിവരിച്ച് പറയുന്നത് ഇവരെ പോലെ ഒരാളെ നിങ്ങൾക്ക് അറിയുമെന്ന് പരിചയപ്പെടുന്നത്. അള്ളാഹുവിനെ പോലെ ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദ്യം. വല്ലാത്തൊരു ചോദ്യം. അള്ളാഹുവിനെ പോലെ ഒരാളില്ലാന്ന് എല്ലാവർക്കും അറിയാം. അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം ഒക്കെ മുസ്ലിങ്ങൾക്കും ആദം സന്തതികൾക്കും മുഴുവനും അറിയാം. പക്ഷെ ഈ ചോദ്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ എന്തിനാണ് ഉന്നയിക്കുന്നത്? അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കാനാണ്. പറയുന്നില്ലേ, അവരെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ റബ്ബിന് മാത്രമായി അവകാശപ്പെട്ട ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് ഇവൻ മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പല ദൃഷ്ടാന്തങ്ങളിലും ചിന്തകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥിച്ചു കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇവനെ പോലെ ഒരു റബ്ബിനെ, അല്ലാഹുവിനെ പോലെ ഒരു റബ്ബിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സർവ ആരാധനകളും അർപ്പണങ്ങളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം അവന്റെ മാത്രമാക്കിക്കൊണ്ടായിരിക്കണം. ഇതാണ് ഇതിന്റെ കാതൽ. അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്തസത്ത ഉണ്ടാവും, ഒരു അടിസ്ഥാന ആദർശം. അത് സത്യം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹ് ഇല്ല എന്നതാണ്. ഇലാഹ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വിഷയം, പ്രധാനപ്പെട്ട വിഷയം. ഇലാഹ് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ അർഹനായി വേറെ ഒരു ഇലാഹ് ഇല്ല. അപ്പൊ എന്താണ് ഇലാഹ്? ഇലാഹ എന്ന് പറയുന്നത് എന്താണ്? ഇലാഹ ആകണമെങ്കിൽ ഒരു പ്രവാചകന്റെ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 സന്ദർഭം ഞാൻ പറയാം ഇതിന് ഗൗരവം മനസ്സിലാക്കാൻ. ഒരിക്കൽ പ്രവാചകന്റെ അടുത്തൊരു സഹാബി വനിത പ്രവാചകന്റെ അടുത്ത് വന്ന് എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നെ ശിക്ഷിക്കണം, എന്നെ ശുദ്ധിയാക്കണം.
എന്ന് പറയുന്നത് ഓടി വന്നു, കരഞ്ഞു. പ്രവാചകൻ മുഖം തിരിച്ചു, മാറി, വീണ്ടും വന്നു, മാറി, വീണ്ടും പിറകിൽ വന്ന് പറഞ്ഞു എന്നെ ശിക്ഷിക്കണം. പ്രവാചകൻ അത് ശ്രദ്ധിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞു എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്, എന്നെ ശുദ്ധിയാക്കണം. ഒരു വിചരിച്ച സഹാബി വിനതിയാണ്, എന്നെ ശിക്ഷിക്കണം, ഇതിനെ നടപടി എടുക്കണം എന്ന് പ്രവാചകൻ വരുമ്പോൾ പ്രവാചകന്റെ നിലപാട് ഒഴിഞ്ഞു മാറലാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ നീ പ്രസവിച്ചിട്ട് വാ. വീണ്ടും വന്നു, പ്രസവിച്ചതിന് ശേഷം വന്നു. പ്രവാചകൻ വീണ്ടും ഒഴിവാക്കി 2 വർഷം ആ കുട്ടിയെ വളർത്തിയതിനു ശേഷം വാ. അവിടെ പ്രവാചകന്റെ നിലപാട് ഒരു ഭയം എന്നുള്ള നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുഖത്തിരിക്കുന്ന നിലപാടാണ്. പക്ഷേ ഇതേ പ്രവാചകൻ യുദ്ധത്തിൽ സഹാബാക്കളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോ പുതുതായി ഇസ്ലാമിലേക്ക് കടന്ന അറാബികൾ ഒരു യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവര് വാണ് ഒരു മരത്തിൽ പുറത്ത് വെച്ചിട്ട് ബർക്കത്തെടുക്കുന്ന സമ്പ്രദായം ഇത് കാണണം. അപ്പൊ ഈ അറാബികൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്കും അതുപോലൊരു മരം പ്രവാചകരെ അനുവദിച്ചു തരുമോ? ഇത് പ്രവാചകരോടാണ് ചോദിക്കുന്നത്, അഥവാ ആധികാരികമായി ലഭിക്കാനാണ് ഇവർ ചോദിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം മരം തെരഞ്ഞെടുക്കില്ല, ബർക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് പ്രവാചകനോട് അനുവദിച്ചു തരുമെന്ന് ചോദിക്കുന്നത്. പ്രവാചകൻ അവരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. മൂസാനബിയുടെ ജനത മൂസാനബിയോട് ചോദിച്ച പോലെ ഒരു ഇലാഹിനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ എന്താണ് ഇലാഹ്? ആകാശഭൂമികൾ മുഴുവൻ സൃഷ്ടിച്ചവനാ എന്ന് വിശ്വസിക്കണമുണ്ടോ? എന്ന് വിശ്വസിക്കണം നിർബന്ധമില്ല. ഒരു മരം ചോദിച്ചു, ഏതൊരു മരം വാള് കൊളുത്തി വെക്കാനാണ്, ബർക്കത്തെടുക്കാൻ വേണ്ടി. അതിന് റസൂല് പറഞ്ഞു, സഹിഹായ ഹദീസാണ്, പ്രവാചകൻ പറയുന്നത് നിങ്ങളൊരു ഇലാഹിനെയാണ് ചോദിക്കുന്നത്. ഇവിടെ തുടർന്നാണ് ഖുർആന്റെ ആയത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. അള്ളാഹു ഈ ശിർക്ക് എന്ന് പറയുന്നത് എന്താണെന്നത് പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ ഖണ്ഡിതമായി മുറിച്ചു പറയും, സംശയമില്ലാത്ത രീതിയിൽ മുറിച്ചു പറയും. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ വസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ അവർ ഒരിക്കലും കേൾക്കുന്നതല്ല, കേൾക്കാത്ത ഒരു വിഭാഗം. മറ്റൊന്ന് വലൗസമിഉ, കേട്ടാൽ തന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കാം, കേട്ടാൽ തന്നെ വസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരവ് ചെയ്യില്ല. ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച്. ഇവിടെ പറയുന്ന തദ്ഉഹും, അവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, അവർ ആരാണ്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനുള്ളതാണ് പള്ളി, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ ഒരുത്തരെ വിളിച്ചു പ്രാർത്ഥിക്കുക. അഹദൻ, അഹദൻ ഓരോ ഒറ്റൊറ്റനെ വിളിച്ച് പറയണം. ജീവനുള്ളതായിക്കൂടെ മനുഷ്യനായിക്കൂടെ നക്ഷത്രമായിക്കൂടെ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെയും അവിടെ സൂചിപ്പിച്ചെന്നർത്ഥം. അഹദൻ ഒരാളെ വിളിച്ചപ്പോ ഈ തദ്ഉഹും, അവരാ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകൾ ഏതൊരുത്തനായിക്കോട്ടെ അവരോട് ആ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു സുബ്ഹാനഹു തുടർന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു പറയാണ് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങളെ വിളിച്ചു തരുന്ന ആരായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ അഹദൻ എന്ന കാര്യത്തിൽപ്പെടുന്ന ആരായിക്കോട്ടെ, ഏതൊരുത്തരായിക്കോട്ടെ, അവരെത്തി ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഈ ശിർക്കിനെ കുഫ്റാക്കും, അഥവാ നിഷേധിക്കും. അവിടെ അള്ളാഹു ഈ പ്രവൃത്തി അള്ളാഹു വിശുദ്ധിക്കും, അള്ളാഹു വിശുദ്ധിക്കും നിങ്ങളുടെ ഈ ശിർക്കിനെ. അപ്പൊ എന്താണ് ശിർക്ക് എന്നുള്ളതിന് ഖണ്ഡിതമാണ്. അതിങ്ങനെ കുറെ വിശദീകരിക്കാനോ കുറെ അതിനൊരു സ്ട്രാറ്റജി അതിനുവേണ്ടി ഒരു പ്രത്യേകമായ ഡെഫിനിഷൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ചു വരാൻ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് ശിർക്ക്, ഇതാണ് നിങ്ങളുടെ ശിർക്ക്. ഈ ശിർക്കിന് അന്നേരം അവർ നിഷേധിക്കും, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കലാണ് ശിർക്ക്. നിങ്ങളങ്ങനെ ചോദിച്ചാൽ അത് കേൾക്കുന്നതല്ല. അപ്പോ മരണപ്പെട്ടവരെ പെട്ടു, ജവാബുകൾ പെട്ടു, ബിംബങ്ങൾ പെട്ടു. ഇനി വലവസ്ഥയോ കേട്ടാൽ തന്നെ ഈ സങ്കല്പത്തിൽ കേൾക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, സങ്കല്പത്തിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കേൾക്കുന്ന ശക്തികൾ. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ശക്തികൾ ഇവിടെ ഉണ്ട്, ഒരുപാട് സൃഷ്ടികളുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ജിന്ന്, മലക്ക് ഒക്കെ. അല്ല, നമുക്കറിയാലോ ഈ ജിന്നുകളെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുകയും അത് അവരുടെ സമൂഹത്തിൽ ലഅബത്ത് ചെയ്യുകയും നമുക്കറിയാം. മനുഷ്യരുമായി സഹവസിക്കുന്നതിനിടയിൽ ഉണ്ടായേക്കാവുന്ന സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇവരോടുള്ള ഈ വിളിച്ച് തേട്ടം, ദുആ,
അത് അവർ നിഷേധിക്കുക തന്നെ ചെയ്യും. ഇനി വേറൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅഅഹു വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അല്ലാഹു താരതമ്യം ചെയ്യണം. അമ്മൻ യുജീബുൽ മുദ്തറ, മുദ്തറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. മുദ്തറ മലയാളത്തിൽ പറയുന്ന കഷ്ടപ്പാട് സഹിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. പ്രയാസം സഹിക്കുന്നവൻ, മുദ്തറ പ്രയാസം അനുഭവിക്കുന്നവൻ, അഥവാ അയാൾക്ക് ആ പ്രയാസത്തിൽ രക്ഷപ്പെടാൻ വഴി അയാളെ കൊണ്ട് കഴിയുന്നില്ല, ഒരു മുദ്തറ. ഇനി നമുക്ക് രണ്ട് ഉദാഹരണം പറയാം. ഒരു മരുഭൂമിയിൽ ഒരുപാട് ആളുകൾ ടെന്റ് കെട്ടി താമസിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ വഴിതെറ്റി വന്നു, ഒറ്റപ്പെട്ട ഒരാൾ വഴിതെറ്റി വന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുദ്തറിന്റെ പരിഗണനയിൽ പക്ഷെ വന്നോളണമെന്നില്ല. അയാളുടെ ആളുകളില്ല. അവിടെ ആ ടെന്റ് കെട്ടി താമസിക്കുന്ന ആളുകളോട് സഹായം ചോദിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ള വഴിതെറ്റി വന്നതാണ്, ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. അയാളെ ഒരു പക്ഷെ നമ്മൾ മുദ്തറിനെ ഉൾപ്പെടുത്തണമെന്നില്ല. ഇതേ സ്ഥാനത്ത് മരുഭൂമി വിജനമാണെങ്കിൽ ഒരാളുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ, ഇതിന് എന്തു പറയും നമ്മള്? ഇത് മുദ്തറാണോ അല്ലേ? മരുഭൂമിയിൽ ഒരു മനുഷ്യര്, മരുഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ, വിശാലമായി കടലുപോലെ കിടക്കുന്നതാണ് മരുഭൂമി. നടന്നെത്താൻ കഴിയാത്തത്ര ദൂരത്ത് ഒഴുകി കിടക്കുന്ന മരുഭൂമി. ഇവിടെ ഒരാൾ വഴി തെറ്റിപ്പെട്ട് കിടക്കാൻ ഒരു മനുഷ്യനുമില്ല, ജനമില്ല. ഇയാൾ മുദ്തറാണോ അല്ലേ? നമ്മുടെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും അത് മുദ്തറാണോ. അയാൾ കഷ്ടപ്പെടുന്ന ഒരാളല്ലേ എന്നത്. അയാളോടാണ് പറയുന്നത്. അങ്ങനെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ മേഖലകളിൽ ഏതൊക്കെ മേഖലകൾ കഷ്ടപ്പെടുന്നുണ്ടോ ഇവരോടാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി നമുക്ക് എടുക്കാം. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട വ്യക്തിയോടാണ് പറയുന്നത്. ആരെങ്കിലും നിങ്ങൾക്ക് അറിയൂ? നിനക്ക് ഈ ഉത്തരം ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ ചോദിക്കുന്നത്. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅഅഹു. ഇങ്ങനെ നിനക്ക് ഈ ഒരു അവസ്ഥയിൽ പെട്ടു, നിനക്ക് ഉത്തരം ചെയ്ത ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ ഇലാഹു മഅല്ലാഹ്. അവിടെ അല്ലാഹു അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ കൂടെ ഇലാഹു ഉണ്ടോ എന്നാണ്. ആ ഇലാഹു മഅല്ലാഹ്, അവിടെ ഇലാഹു ഉണ്ടോ എന്ന ചോദ്യത്തിൽ അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങൾ, ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വളരെ വ്യക്തമായിട്ട് ശിർക്ക് എന്താണെന്നതും തൗഹീദ് എന്താണെന്നതും പരിശുദ്ധ ഖുർആൻ കൊണ്ട് കീറി മുറിച്ച് പറഞ്ഞ് പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു മനസ്സിലാക്കാനും അതിലൂടെ അല്ലാഹുവിനെ ഏകരാക്കി തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. امين برحمتك يا ارحم الراحمين. السلام ആരെ ക്ലാസ്സിൽ ആരും കയറും എൻ്റെ കാക്ക തരാം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين